നിന്റെ ഡാൻസ്? എടാ ആദാമിന്റെ മോനെ, നിന്റെ അനിയനെ തട്ടിയിട്ട് നീ ഇവിടെ ഒന്ന് ഡാൻസ് കളിച്ച് അർമാദിക്കുമല്ലേ? ഒന്ന് ജീപ്പിൽ കേടാ മോനെ. അയ്യോ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അയ്യോ സാർ, പ്ലീസ് സാർ, കൊണ്ടുപോകരുത് സാർ, പ്ലീസ് സാർ. കോളിംഗ് കൺട്രോൾ റൂം, ആൽഫ റിപ്പോർട്ടിംഗ്. നമ്മുടെ ആബേൽ മിസ്സിംഗ് കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓവർ. ആബേൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് സഹോദരൻ കായൻ അറസ്റ്റിൽ. കായന്റെ ബാച്ചിലർ പാർട്ടിയിലേക്ക് നാടകീയമായി ഇരച്ചു കയറിയായിരുന്നു പോലീസിന്റെ അറസ്റ്റ്. കൂടുതൽ വിശദാംശങ്ങളുമായി സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്നും സ്മിത നമ്മളോടൊപ്പം ചേരുന്നു. സ്മിത, കേൾക്കുന്നുണ്ടോ? ആബേൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ജനലക്ഷങ്ങളാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസ് നീതി പാലിക്കണം, പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കണം എന്നിങ്ങനെയുള്ള ക്ലീശ ആവശ്യങ്ങൾ തന്നെയാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരറിയാൻ CBI വേണം. കായന്റെ ഫാലിമിക്ക് ജനപിന്തുണ. എന്റെ ഒപ്പം എല്ലാവരും ഉണ്ട്, അവനൊപ്പം ഞാൻ മാത്രം. ശരി, സ്മിതയിലേക്ക് പിന്നീട് തിരിച്ചു വരാം. ചത്തത് ആബേലെങ്കിൽ കൊന്നത് കായൻ തന്നെ എന്ന ചരിത്ര വഴിയിലൂടെയാണ് പോലീസ് സഞ്ചരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. വിദ്യാർത്ഥികളുടെ പൂർണ്ണ പിന്തുണ കായനൊപ്പം. ജസ്റ്റിസ് ഫോർ കായൻ. ഇവിടെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ട്? ഇവിടുത്തെ മുഖ്യമന്ത്രി എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസിൻ്റെ കാര്യക്ഷമതയില്ലായ്മയുടെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് കാര്യക്ഷമമായിട്ട് കാണാതായ ആളെ പറ്റി അന്വേഷിക്കുകയും വേണം. ഒരുപക്ഷെ നിരപരാധിയായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് അപരാധിയാണെന്ന് കണ്ടുപിടിക്കുന്നവരെ ആളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ചെയ്യേണ്ടത്. ജസ്റ്റിസ് ഫോർ കായൻ. ജസ്റ്റിസ് ഫോർ കായൻ. ഇന്നത്തെ ന്യൂസ് അവർ ഇവിടെ അവസാനിക്കുമ്പോഴും കായൻ നിരപരാധിയാണോ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അയ്യോ, ജയിലറിലെ വരുന്നേ. டேய் தம்பி காயே, நான் நல்லவன் தான், ரொம்ப நல்லவன் கிடையாது. நீ ஏதாவது தப்பு பண்ணிருக்கேன்னு தெரிஞ்சே நானே உன்னை கண்ட துண்ணுமா வெட்டி களைச்சு போட்டுருவேன். അയ്യോ സാർ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. நீ சொல்றதெல்லாம் போய் നിനക്ക് இருக்கிறது ഒരു നോയി. നീ വിളിച്ചാ വെറും പേയ്. എന്ന് വെച്ചാ? ஏய், அங்க போய் அதை இடு, எங்கிட்ட கொண்டு கொடு, திரும்பி போய் படு. அறையில் கட்டும் சரடு, உன் கண்ணுக்குள்ளில் கரடு, உனக்கு வேணும் மோஜா போர்டு. സാർ, എന്നെ സാർ பார்க்கத்தானே போற. ഇത് വെച്ച് ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും. അണ്ണാ, ഞങ്ങൾ അണ്ണൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം, നിങ്ങൾ അവനെ ശരിക്കും തട്ടിയാ? അമ്മച്ചിയാണേ, ഒരു ദിവസം ഞാൻ അവനെ തട്ടും. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞതല്ല. അണ്ണനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അവനെന്ത് സംഭവിച്ചു? അതാ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിക്കോ.
എല്ലാവരും ആ വിരലെന്ന് വെച്ച് ഒന്ന് ഉഷാറായിട്ട് വെക്കടാ. ഓജോ ബോർഡിന്റെ ഉപയോഗം ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും സഭയുടെ പഠനങ്ങൾക്കും എതിരാണ്. ഇത് വാങ്ങാനോ ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ കൈവശം സൂക്ഷിക്കാനോ ഒരു വിശ്വാസിയും ശ്രമിക്കരുത്. ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 ए ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो सस्ते न से ए लूप में ट्यून बजा के थोड़ा हिट होड़ दो जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 ഇതെന്താ ഓജോ ബോർഡാണോ അതോ DJ ബോർഡോ? ഈ പീക്കിരി പ്രേതങ്ങളെ വെച്ച് എങ്ങനെയാ കേസ് തെളിയിക്കുന്നത്? നമുക്ക് ഈ ബോർഡ് ഒന്നുകൂടി കുലുക്കി വയ്ക്കാം. ആ, ഇൻട്രോ സോങ് കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ആത്മാവേ, അയ്യോ എല്ലാവരും വേണ്ട, ഒരാള് മതി. എന്റെ സഹോദരൻ എവിടെ? ഞങ്ങളാണോ നിന്റെ സഹോദരന്റെ കാവൽക്കാർ? ഓ, ഈ ഒടുക്കത്തെ ചിരി കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണോ അവനുള്ളത്? ഷോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അണ്ണാ, ഇനിയാ തിരികെടുത്ത് അവരിങ്ങ് പോട്ടെ. ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ.
ക്രോസ് ചെയ്യ്. ക്രോസ് ചെയ്തു മൈ ലോർഡ്. ഓ, റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ അപ്പുറത്ത് പോയി നിൽക്കാനല്ല പറഞ്ഞത്, വാദം തുടങ്ങാൻ. മൈ ലോർഡ്, ഈ നിൽക്കുന്ന പ്രതി കായനിന് സഹോദരൻ ആബേലിനോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും അസൂയയുടെയും കഥ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് സുപരിചിതമാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ബൈബിളിൽ നോക്കി താൻ തന്നെ അങ്ങ് വിധിക്കും. ഞാൻ അങ്ങ് പൊക്കോട്ടെ. ഐ ഒബ്ജക്ട് മൈ ലോർഡ്. പോകരുത് പ്ലീസ്. ആ ഓക്കെ, ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. താങ്കൾ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ സ്വന്തം സഹോദരനെ അപായപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അത് നിഷേധിക്കുമോ? നിഷേധിക്കും. ചോദ്യം ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതായത് കായൻ അസൂയപ്പുറത്തുണ്ടായ ഒരു ചെറിയ കലിപ്പിൽ ആബേലിനെ അങ്ങ് തട്ടിയെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുമോ? ഓഫ് കോഴ്സ് നിഷേധിക്കും. വീണ്ടും നിഷേധിക്കുന്നു മൈ ലോർഡ്. മതി മതി. പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ? വക്കീലൊന്നുമില്ല മൈ ലോർഡ്, ഞാൻ സ്വയം വാദിക്കാം. ആ, യു മേ പ്രൊസീഡ്. എനിക്ക് ഒരു സാക്ഷിയെ വിസ്തരിക്കണം. PW1 ഏതുംതോട്ടം SI ഈപ്പൻ ബാപ്പച്ചി ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയൂ. കാണാതായ ആബേലിനെ കണ്ടെത്താത്തതുകൊണ്ട് എനിക്കെതിരെ കെട്ടിച്ചമച്ച കള്ളക്കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ, താങ്കൾ ഈ കോടതി അവഹേളിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നുണയല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് യുവർ ഓണർ. കെട്ടിച്ചമച്ച കേസാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ശരിവച്ചിരിക്കുകയാണ്. അത് തെറ്റാണ് സാർ. ഇയാൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടോ. ഇതുകൊണ്ടൊക്കെ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട് മൈ ലോർഡ്. മിസ്റ്റർ ഈപ്പൻ, പ്രതിഭാഗം പറയുന്ന പോലെ ആബേൽ ഗുണാക്കേവിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി അന്വേഷിച്ചുകൂടെ? മാഡം, ഇതിനു മുൻപ് 13 പേർ ഗുണാക്കേവിൽ കാണാതായിട്ടുണ്ട്. അവരെ ആരെയും കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ ഇറങ്ങി തപ്പുന്ന കാര്യം വലിയ റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ എടുക്കാൻ യുവർ ഓണർ. സത്യം തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണല്ലോ. ആബേലിന്റെ തിരോധാനത്തിന് ഉത്തരവാദി കായേനാണെന്ന് സ്ഥാപിക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടി പ്രതിക്ക് ഒരു അവസരം നൽകാൻ ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ദി കോർട്ട് ഈസ് അഡ്ജേൺഡ്. ആബേൽ തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി കോടതി പ്രതിയെ തന്നെ കേസ് തെളിയിക്കാൻ നിയോഗിച്ച അസാധാരണമായ സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത്. സത്യം തെളിയിക്കാനായി പോലീസ് സംഘം പ്രതിയോടൊപ്പം ഗുണാക്കേവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ അവൻ അതിനകത്തുണ്ടടാ. അയ്യോ, സ്റ്റക്കായി. കർത്താവേ,
എന്താ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത്? ഇത്രയും നേരം വലിച്ചിട്ടും സ്റ്റക്കാണല്ലോ കർത്താവേ. വലത്തോട്ട് മാറി ലൂസ് അടിക്കടാ. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. சொல்லாமல் ஏங்க ஏங்க அழகை வந்தது. எந்த சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. ഇതിഹാസങ്ങളുടെ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീമനും പാണന്മാർ പാടിയകർത്തിയ തച്ചോളി ചന്തുവിനു മുൻപേ വീക്ഷണത്തിന് മൂന്നാം കണ്ണിൽ പെടേണ്ടവൻ കായൻ ഒരു ഘാതകനാണോ? ഒരു രണ്ടാമൂഴമുണ്ടെങ്കിൽ അങ്ങനെ അറിയപ്പെടാൻ അവൻ ആഗ്രഹിക്കുമോ? കാലഘട്ടത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മളെയും ചില സാഹചര്യങ്ങളിൽ കൊണ്ടെത്തിക്കുമ്പോൾ ജാഗ്രതയോടെ ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്ക് ബോധപൂർവം പരിശ്രമിക്കാം. സഹോദരൻ്റെ കാവൽക്കാരനാകാൻ ദൈവം നിങ്ങളോരോരുത്തരെയും ശക്തരാക്കട്ടെ. നന്ദി.